എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ ഫേസ് വാഷും ക്ലെൻസറും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഫേസ് വാഷും ക്ലെൻസറും സെയിം ആണെന്നാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഈ ഒരു തെറ്റിദ്ധാരണ കുറച്ച് മുന്നേ ഞാൻ വിചാരിച്ചു എന്താ ഈ ക്ലെൻസർ ഇനി സെയിം തന്നെ ആണോ രണ്ടും, അങ്ങനെ കുറേ ഡൗട്ടൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി, കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഡിലേ ആക്കാതെ വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഫേസ് വാഷും ക്ലെൻസറും പറഞ്ഞാൽ രണ്ടും നമ്മൾ സ്കിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇത് നമ്മൾ സ്കിന്ന് ക്ലീൻ ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ് കേട്ടോ. രണ്ടും രണ്ട് രീതിക്കാണ് നമ്മൾ സ്കിന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സ്കിന്നിന് ഏതാ ചേരുന്നത് നോക്കി നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതെന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെയോ യൂസ് ചെയ്യാം എന്നൊക്കെ അറിഞ്ഞാലല്ലേ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസം, തമ്മിലുള്ള ഏതൊക്കെ സ്കിന്നിനാണ് ഏതൊക്കെ സ്യൂട്ട് ആവുക എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഫേസ് വാഷ് എന്നാൽ സ്കിന്നിൻ്റെ ഡീപ്പസ്റ്റ് ലെയറിൽ ഇറങ്ങി ചെന്നിട്ട് നമ്മൾ പോർഷനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. പക്ഷേ ഈ ക്ലെൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിൻ്റെ മുകളിലത്തെ ലെയറിലായിരിക്കും അത് ക്ലീൻ ചെയ്യുക. പിന്നെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നിനൊക്കെ നമ്മൾക്ക് എപ്പോഴും നല്ലത് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇത് നമ്മളെ സ്കിന്നിന് ഏതാണോ സ്യൂട്ട് ആവണോ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡേ ടൈമിൽ ഫേസ് വാഷും നൈറ്റ് ടൈമിൽ ക്ലെൻസറും യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ടു മച്ച് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ക്ലെൻസർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫേസ് വാഷും യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതേപോലെ തന്നെ ഒരുപാട് എയർ പൊല്യൂഷനൊക്കെ ഉള്ള സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരും ഇതേപോലെ ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ ഫേസ് വാഷും യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മളെ സ്കിന്ന് ഡ്രൈ ടു സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ എപ്പോഴും ബെറ്റർ ക്ലെൻസർ യൂസ് ചെയ്യുന്നതാണ്. ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ ഫേസ് വാഷും നമുക്ക് നല്ലതായിരിക്കും. വെച്ചാല് ഫേസ് വാഷിനെക്കാട്ടി കുറച്ചും കൂടി ജെന്റിലായിട്ടുള്ളൊരു സാധനമാണ് ഈ ക്ലെൻസർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്ത ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യണമെന്നില്ല കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വെച്ചിട്ട് തുടച്ച് കളഞ്ഞാൽ മതി. ഫേസ് വാഷും ക്ലെൻസറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്കിന്ന് ഏതാണോ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇനി ഫേസ് വാഷോ ക്ലെൻസറോ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.